ഭാവിയിൽ ഒരു ഭവന വായ്പയോ വാഹന വായ്പയോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി വലിയൊരു തുകയോ ബാങ്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്. പലരും വിചാരിക്കുന്നത് നികുതി അടയ്ക്കാനുള്ളവർ മാത്രം ചെയ്യേണ്ട ഒന്നാണ് ITR എന്നാണ്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. നിങ്ങളുടെ കൃത്യമായ വരുമാനത്തിന്റെ ഏറ്റവും വിശ്വസനീയമായ ഒഫീഷ്യൽ രേഖയാണ് ITR. ഭാവിയിൽ ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എളുപ്പത്തിൽ ലഭിക്കാൻ ITR ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ബാങ്കുകൾ ലോൺ അനുവദിക്കുന്നതിന് മുൻപ് പ്രധാനമായും പരിശോധിക്കുന്നത് നിങ്ങളുടെ തിരിച്ചടവ് ശേഷിയാണ്. ശമ്പളക്കാരായ ആളുകൾക്ക് കമ്പനി നൽകുന്ന ഫോം 16 ഉണ്ടാകും. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കോ ബിസിനസ്സുകാർക്കോ ഇത്തരം രേഖകൾ ഉണ്ടാകില്ല. ഇവിടെയാണ് ITR രക്ഷയ്ക്കെത്തുന്നത്. കഴിഞ്ഞ 2 അല്ലെങ്കിൽ 3 വർഷത്തെ ITR രേഖകൾ നിങ്ങളുടെ യഥാർത്ഥ വാർഷിക വരുമാനത്തിന്റെ ശക്തമായ തെളിവായി ബാങ്കുകൾ സ്വീകരിക്കും. കൃത്യമായി ITR ഫയൽ ചെയ്യുന്ന ഒരാളെ ബാങ്കുകൾ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ഉപഭോക്താവായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തെയും നിയമവിധേയമായ വരുമാനത്തെയും കാണിക്കുന്നു. ബാങ്കുകൾക്ക് നിങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്നതോടെ ലോൺ അപേക്ഷകൾ നിരസിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറയും. നിങ്ങൾക്ക് എത്ര തുക ലോൺ നൽകാമെന്ന് ബാങ്ക് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മാസ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ്. കൃത്യമായി വരുമാനം കാണിക്കുന്ന ITR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ തുകകൾ ലോണായി ലഭിക്കാനുള്ള യോഗ്യത വർദ്ധിക്കുന്നു. അല്ലാത്ത പക്ഷം ബാങ്കുകൾ റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ ചെറിയ തുകകൾ മാത്രമേ അനുവദിക്കൂ. ഈ വിഷയത്തിൽ ഇൻകം ടാക്സ് ഓഫീസർ സന്ദേശ് വി സംസാരിക്കുന്നു. ITR ഫയൽ ചെയ്താൽ ബാങ്ക് ലോണുകൾക്ക് എങ്ങനെ സഹായകരമാവും എന്നത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ITR എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കാനുള്ള ഏറ്റവും വാലിഡ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. അപ്പോൾ ITR ഫയൽ ചെയ്യുന്ന ഒരാളെ, അതായത് തൊട്ട് മുന്നത്തെ വർഷങ്ങളിൽ മാത്രം ITR ഫയൽ ചെയ്ത ഒരാളേക്കാൾ കാലാകാലങ്ങളായി ITR ഫയൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹൗസ് ലോണ്, പേഴ്സണൽ ലോണ്, ബിസിനസ് ലോണ്, കാർ ലോൺ ഇതെല്ലാം കിട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം ബാങ്ക് നോക്കുന്നത് 2-3 കാര്യങ്ങളാണ്. 1, നിങ്ങളുടെ തിരിച്ചടവ് ശേഷി എത്രയാണ്. 2, നിങ്ങളുടെ വരുമാനം എത്രയാണ്. 3, നിങ്ങളുടെ വരുമാനത്തിനൊരു ഹിസ്റ്ററി എന്താണ്. ഈ 3 കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേണേക്കാൾ വാലിഡ് ആയിട്ടുള്ളൊരു രേഖ കൊടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ തൊട്ട് മുന്നത്തെ വർഷങ്ങളിൽ, അതായത് ലോൺ ആവശ്യമുള്ള തൊട്ട് മുന്നത്തെ വർഷങ്ങളിൽ മാത്രം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എപ്പോഴൊക്കെ വരുമാനമുണ്ടോ ആ വർഷങ്ങളിലെല്ലാം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ബാങ്ക് ലോണുകൾ കിട്ടാൻ വളരെയധികം ഉപകാരപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 8 ലക്ഷം 9 ലക്ഷം രൂപ വരുമാനമുണ്ട്. 9 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നോർമലി നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് വരുമാനം 9 ലക്ഷം രൂപ ഉണ്ട്. ടാക്സ് അടയ്ക്കാത്തതുകൊണ്ട് പലരും 9 ലക്ഷം രൂപ വരുമാനമുണ്ട്, അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ വർഷം 9 ലക്ഷം രൂപ വരുമാനമുണ്ട് എന്നതിന് സാലറിക്കാരാണെങ്കിൽ അതിൻ്റെ ഫോം 16 ബാക്കി സംഭവങ്ങളെല്ലാം കിട്ടും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേറൊരു പ്രൂഫും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ബാങ്കിൽ. അപ്പോൾ ആ വർഷം നിങ്ങൾ 9 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടാക്സ് അടയ്ക്കേണ്ട, വേറെ ചിലവും ബാക്കി കാര്യങ്ങളൊന്നും ആവില്ല. അപ്പം നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള രേഖയായി നിങ്ങൾക്ക് ആ വർഷം 9 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 വർഷത്തെ ITR എന്തായാലും ബാങ്കുകൾ ചോദിക്കാറുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പം ലോണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ലോണിൻ്റെ ഒക്കെ ഭാവിയിൽ ആവശ്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ITR ഫയൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ചുരുക്കത്തിൽ ഒരു വീട് വാങ്ങുകയോ ബിസിനസ് വികസിപ്പിക്കുകയോ ചെയ്യുന്നത് ഏതൊരു വ്യക്തിയുടെയും വലിയ സ്വപ്നങ്ങളാണ്. ഇതിനായി ബാങ്കുകളെ സമീപിക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയാണ്. നിങ്ങളുടെ വാക്കിനേക്കാൾ ബാങ്കുകൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ നികുതി രേഖകളെയാണ്. കൃത്യമായി ഫയൽ ചെയ്ത ITR നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ പ്രോഗ്രസ് കാർഡാണെന്ന് നമുക്ക് പറയാം. നികുതി പരിധിയിൽ വരുന്നില്ലെങ്കിൽ പോലും കൃത്യമായി ITR ഫയൽ ചെയ്യുന്നത് ഭാവിയിൽ വലിയ തുകകളുടെ ലോണുകൾ വളരെ വേഗത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും സ്വന്തമാക്കാൻ നിങ്ങളെ സഹായിക്കും. അതിനാൽ ITR ഫയലിങ്ങിനെ ഒരു ബാധ്യതയായി കാണാതെ നിങ്ങളുടെ സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്കുള്ള നിക്ഷേപമായി മാത്രം കാണുക.